ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനവേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ എക്സാമിനേഷൻ, അതായത് +1 മോഡൽ എക്സാമിനേഷനിൽ നമുക്ക് ഇന്ന് കെമിസ്ട്രിയുടെ പരീക്ഷയായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എനിവേസ് നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഇതുവരെയുള്ള എക്സാംസൊക്കെ അല്ലെങ്കിൽ നമ്മൾ എക്സാംസൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ എഴുതിയത് വെച്ചിട്ട് ഒരു കാര്യം എനിക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. അതായത് ഈ ഒരു എക്സാം ഇങ്ങനെയൊക്കെയാണ് എഴുതിയതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു പരീക്ഷയിൽ എനിക്ക് കറക്റ്റായിട്ടൊന്നും പറയാനില്ല ഗൈസ്. കാരണം എന്ന് പറയുന്നത് ഈസി ആണോ എന്ന് ചോദിച്ചാൽ സംഭവം ഈസിയാണ്, ടഫാണോ എന്ന് ചോദിച്ചാൽ ടഫും ആണ്. അങ്ങനത്തെ ഒരു പരീക്ഷയായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി എൻ്റെ ഒപ്പീനിയൻ ആണ് പറയുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കുറിച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിടക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ കെമിസ്ട്രിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ 1 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യനാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ ഏകദേശം എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 4 എണ്ണം എഴുതേണ്ടതിൽ 3 എണ്ണം കറക്റ്റ് ആയിരിക്കും. അതിൽ ഫസ്റ്റ് വണ്ണ് ഞാൻ എഴുതിയത് ലിമിറ്റിംഗ് റിയേജൻറ്റും, സെക്കൻഡ് വണ്ണിൻ്റെ ആൻസറായിട്ട് എഴുതിയത് CL-ഉം, തേർഡ് വണ്ണിൻ്റേത് ഞാൻ B ആയിട്ടുള്ള ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. അതാണ് ഞാൻ എഴുതിയത് തേർഡ് വണ്ണിൽ. പിന്നെ ഫോർത്ത് വണ്ണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അത് ശരിയോ എന്ന് എനിക്കറിയില്ല. പിന്നീട് വേറെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് അതിൽ ഏകദേശം എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഒരുപാട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ പഠിക്കാത്തതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ കുറച്ചൊന്ന് പണി കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിക്കല്ല, കുറച്ചൊന്നും പണി കിട്ടിയിട്ടുണ്ട്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നിയത്. അതിൽ ഏകദേശം 8 ക്വസ്റ്റ്യനാണ് അതിൽ എഴുതേണ്ടത്. അതിലൊരു 5 ക്വസ്റ്റ്യൻസ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളൊരു 3 ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് വലിയ സീനില്ലാതെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് കുറച്ചൊന്ന് ഒബ്സർവ് ചെയ്താൽ കിട്ടാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ വൈസ്. അതായത് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, കോമ്പിനേഷൻ റിയാക്ഷൻ, അതായത് ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, പിന്നെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ, അതൊക്കെയുള്ള ആ ഒരു സംഭവം. അപ്പോൾ അത് കുറച്ചൊന്ന് ലോജിക്ക് ഉപയോഗിച്ചൊന്ന് നോക്കിയാൽ നമുക്കത് കിട്ടാവുന്ന ആ ഒരു സാധനമേ ഉള്ളൂ. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 15ാമത്തെ ക്വസ്റ്റ്യനും 11ാമത്തെ ക്വസ്റ്റ്യനുമാണ് 2 മാർക്കിൻ്റെ സെക്ഷനിൽ ഞാൻ എഴുതാത്തത്. പിന്നീട് 3 മാർക്കിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പം അതിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ടുണ്ട്. എന്നാലും 8 ക്വസ്റ്റ്യൻ എഴുതേണ്ടതിൽ ഞാൻ 7 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ. ഫസ്റ്റ് വൺ ഇതൊക്കെ നോക്കി മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നീട് അത് ഈ ഒരു ഞാൻ പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, പിന്നീട് ഇവിടെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ലിമിറ്റേഷൻ ഓഫ് ഒബ്ജക്റ്റ് റൂൾ, അങ്ങനെ എല്ലാം ഡയറക്റ്റ് എല്ലാം അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അടിപൊളി മീൻസ് ഞാൻ ഡയറക്റ്റ് ആയതുകൊണ്ട് സിമ്പിൾ ആയതുകൊണ്ടും അല്ല പറയുന്നുള്ളത്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടില്ല. അതായത് അത്രയും ടഫായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടഫാവുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല ഗൈസ്, പക്ഷേ അതിനനുസരിച്ചിട്ട് നമ്മളും ഇതാണ് അതൊരു പ്രശ്നമേ ഉള്ളൂ. അതായത് നമ്മൾ പഠിക്കാതെ നമ്മൾ ആ ഒരു ലോ ലെവലിൽ മാത്രം നിന്നിട്ട് ക്വസ്റ്റ്യൻസ് ഹൈ ലെവലിൽ വന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളും അതേ ലെവലിലാണെങ്കിൽ ക്വസ്റ്റ്യനും അതേ ലെവലിൽ നല്ല ഹൈ ലെവലിൽ വരണം. നമ്മളും അതേ ഹൈ ലെവലിൽ പഠിക്കണം. നമ്മൾ അതേ ഹൈ ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യണം. അതാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ കുഴപ്പമില്ല, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ മാർക്ക് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അതറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നീട് അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ് 18, 19, 20 എഴുതിയിട്ടുണ്ട്. 21ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. പിന്നീട് ഡിഫൈൻ ദ ഫോളോയിങ്, ഈ ഒരു PHനെ ഡിഫൈൻ, അതൊക്കെ നമുക്ക് ഏകദേശം ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഡിഫൈൻ ചെയ്ത് എഴുതാം. എക്സാക്റ്റ് സെൻറ്റൻസ് അല്ലെങ്കിലും കുറച്ചൊക്കെ ഡിഫൈൻ ചെയ്തിട്ട് എഴുതാം. പിന്നീട് ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഭാഗം മുഴുവൻ ഉണ്ടല്ലോ ഗൈസ്, അത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഒരു ഓർഗാനിക്കിൻ്റെ ഒരു ഭാഗം വന്നിട്ടുണ്ട് 3 മാർക്കിൻ്റെ സെക്ഷനിൽ. ഓർഗാനിക്കിൻ്റെ മാത്രം ഒരു ഭാഗം വരുന്നൊരു പാർട്ടുണ്ട് നമ്മുടെ പേപ്പറിൽ. ആ ഒരു പാർട്ടിൽ എനിക്ക് എന്ത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഗൈസ്. കാരണം ഞാൻ ഓർഗാനിക് നോക്കാതെയാണ് പരീക്ഷയ്ക്ക് പോയത്. അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു. കാരണം ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഭാഗമാണ് ഈ ഒരു ഓർഗാനിക്കും. കാരണം വെയിറ്റേജ് മാത്രമല്ല, ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പാഠമാണ് ഈ ഒരു ഓർഗാനിക് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓർഗാനിക് ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ +2 നല്ല പണി കിട്ടുമെന്ന് മാഷന്മാരും സീനിയേഴ്സും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്കത് ഫോക്കസ് ചെയ്ത് പഠിക്കാം. പിന്നീട് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എല്ലാം ഏകദേശം കണക്ക് തന്നെയാണ് ഗൈസ്. എല്ലാം എനിക്ക് അധികം ഒന്നും അറിയാത്ത, എല്ലാം കുറച്ചൊന്നും എനിക്ക് ടഫായിട്ട് തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ ക്വസ്റ്റ്യൻ സിമ്പിളാണ് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം അത് വെച്ചിട്ടുണ്ട്, അത് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഒരു 27ാമത്തെ ക്വസ്റ്റ്യൻ നല്ല രീതിക്ക് എഴുതിയിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ല. ഡിഫൈൻ ഓർബിറ്റൽ, പിന്നെ അതിൽ ഈ ഒരു തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള സ്കെച്ച് ദ ബൗണ്ടറി സർഫസ് ഓഫ് ഡയഗ്രാംസ്, ആ ഒരു സാധനം ഉണ്ടല്ലോ, അതെനിക്ക് അധികം കിട്ടിയില്ല.
ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് അധികം കിട്ടിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ഭാഗം കണക്ക് തന്നെയാണ്, എല്ലാം ഏകദേശം ഒരേപോലെയാണ്. പക്ഷെ അതിൽ ഞാൻ നല്ല രീതിക്ക് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ഭാഗമുണ്ട്. അതായത് 29ാമത്തെ ക്വസ്റ്റ്യനായിട്ടുള്ള ഹെസ്സസ് ലോ സ്റ്റേറ്റ് ചെയ്യാനും പിന്നീട് ബോൺ ഹാബർ സൈക്കിൾ, അതായത് NaClൻ്റെ ബോൺ ഹാബർ സൈക്കിൾ വരക്കാനും. അപ്പോൾ അത് നല്ല രീതിക്ക് ബോൺ ഹാബർ സൈക്കിൾ അടിപൊളിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ദാസേട്ടൻ്റെ ക്ലാസ് കണ്ടിട്ട് നല്ല രീതിക്ക് പഠിച്ചിട്ട് പോയിട്ടുണ്ട് ഗൈസ്. ബോൺ ഹാബർ സൈക്കിൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 1 വീക്ക്, ഈ ഒരു കഴിഞ്ഞ ഒരു 1 വീക്കിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു ബോൺ ഹാബർ സൈക്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ബോൺ ഹാബർ സൈക്കിൾ പഠിച്ചെഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് ശരിയാണ്, അത് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, പിന്നീട് അപ്പോൾ എന്തായാലും ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞത് ഞാൻ എഴുതിയ ആൻസേഴ്സ് മാത്രമാണ്. ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നലത്തെ ഇംഗ്ലീഷിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്രാമറിൽ ഞാൻ 2 ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എഴുതിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തെറ്റാണ്. ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എഴുതിയത് ശരിയാണോ എന്നറിയില്ല. ഞാൻ എൻ്റെ എഴുതിയതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും കെമിസ്ട്രിയുടെ റിവ്യൂ എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ് ഗൈസ്. വലിയ കുഴപ്പമില്ലാത്ത നല്ല എക്സാം ആയിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ ഈസിയാണ്, നമ്മൾ പഠിക്കാത്തതുകൊണ്ട് ടഫായി എന്നല്ല ഗൈസ്, എനിക്ക് വലിയ കുഴപ്പമില്ല ഈ ഒരു എക്സാം. നമുക്ക് എന്തായാലും മാത്സിൻ്റെ പ്രിപ്പറേഷനാണ് ഇനി നോക്കേണ്ടത്. മാത്സിലാണെങ്കിൽ ഞാൻ ഇനി പുതിയ പാഠം അധികം ഫോക്കസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല. കാരണം നമുക്ക് കുറച്ച് പാഠം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാനത് ഫോക്കസ് ചെയ്യുന്നില്ല. ഞാൻ പഠിച്ച ഭാഗം ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് ഫുൾ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ സോൾവിങ്ങിനാണ് മാത്സിന് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ സൂപ്പർ 60 അല്ലെങ്കിൽ PYQ എടുത്തിട്ടോ എന്തെങ്കിലും സോൾവ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളത്, മാത്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കുന്നുള്ളത്. എനിവേയ്സ്, നിങ്ങളുടെ കെമിസ്ട്രി എക്സാമിൻ്റെ റിവ്യൂ താഴെ കമൻറ്റ് ബോക്സിലും ഒക്കെ ആയിട്ട് നിങ്ങൾ പറയുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. നമ്മളെ 28K അടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലിലേക്കെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. എല്ലാവർക്കും മാത്സ് എക്സാമിന് ഒരു ഓൾ ദി ബെസ്റ്റ് ആയിരുന്നു. അടിപൊളിയായി പ്രിപ്പയർ ചെയ്യുക ഗൈസ്. നിങ്ങളുടെ എല്ലാവരും ടിപ്സും എന്തൊക്കെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ കമൻസ് ഒക്കെ കാണാറുണ്ട്. പക്ഷേ അധിക എണ്ണത്തിന് ഞാൻ റിപ്ലൈ തരാൻ വേണ്ടി പറ്റാറില്ല ഗൈസ്. കാരണം ഈ ഒരു ഒന്നുകിൽ എക്സാം ടൈമാണ്, പിന്നെ ഒന്ന് ബോർഡ് എക്സാം എടുക്കാറായി. ഈ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഞാൻ ഫോൺ നോക്കാറുണ്ട്. അങ്ങനെയല്ല, ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ വീഡിയോ എഡിറ്റിങ്ങും കണ്ടൻറ് ക്രിയേഷനുമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളത്. കണ്ടൻറ് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബാക്കിലേക്കാണ്. ഐ ആം റിയലി സോറി. നിങ്ങളുടെ കമൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മാത്സ് എക്സാമിന് ഓൾ ദിവസം ആയിരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല. എനിവേസ്, കെമിസ്ട്രി എക്സാം ഇതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് മീ അഭിനവ് AK. ഡു സബ്സ്ക്രൈബ്.